നമുക്കൊരു ഹാസ്യരൂപകം ഒന്ന് ആസ്വദിച്ചാലോ? മോഹൻലാലിനോടൊപ്പം ജയറാമും ഇന്ദ്രൻസും സിദ്ദിഖും നവ്യ നായരും പങ്കെടുക്കുന്നു. പ്രതിമയും രാജകുമാരിയും. മാന്യ മഹാജനങ്ങളെ, ശുക്രിയ ശുക്രിയ. നമ്മുടെ നാടിന്റെ അഭിമാനമായ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിലെ ഒടുവിലുണ്ണിയായ ധീര വീര ചേരൻ ശശി മഹാരാജാവിതാ എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ. മഹാരാജൻ സർവേശ്വര, പ്രജകളെല്ലാം എന്നെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ ദേഹത്തെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് ഡിസ്കോ ശാന്തിയെ പോലെ നൃത്തമാടുകയാണ്. നമുക്ക് കുളിര് കോരുന്നു. പുതപ്പിക്കണോ? ആരെവിടെ? അങ്ങെവിടെ? ഞാനിവിടെ ഉണ്ടടാ. അടിയൻ. ഓഹോ, ആരവം കണ്ടില്ലേ? ആരവം കണ്ടില്ല. അതിലും നല്ലത് തകരയും രതിനിർവേദവുമാ. ജയഭാരതിയെ കാണണമെങ്കിൽ അതീ കാണണം. നായിന്റെ മോനെ, നമ്മുടെ പ്രജകൾ 24 മണിക്കൂറും റെസ്റ്റ് ഇല്ലാതെ എന്നെ ഇങ്ങനെ വാഴ്ത്തുന്നത് നീ കേൾക്കുന്നില്ലേ? വാഴ്ത്തുന്നതല്ല പ്രഭോ, അവരാക്കിയതാ. ആക്കിയതാണെങ്കിൽ ഓക്കെ, ഓ അടിയൻ പോകാൻ വരട്ടെ. നമ്മുടെ പ്രിയ പത്നിയെ വിളിക്കൂ. ആരെവിടെ? മഹാറാണി മെഗാ ഉറക്കം കഴിഞ്ഞ് മെഗാ TV ഓൺ ചെയ്ത് മെഗാ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണോ? പരിപാടിയുടെ ഈ ഭാഗം അവൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണെന്ന് പറയടാ. അങ്ങനെ ആകട്ടെ. എങ്ങനെയാകട്ടെ എന്ന്? എങ്ങനെയെങ്കിലും ആകട്ടെ. മഹേശ്വരി, എന്തോ? ഇവളേതാടി? ഇത് നമ്മുടെ ലക്ഷ്മി കുഞ്ഞമ്മയുടെ. ഓ ഭാഗീരഥി, നീയങ്ങ് വളർന്നുപോയല്ലോടി. മനോഹരി, പാവം, വീശി വീശി കൈ കഴിച്ചു കാണുമല്ലേ? അതേ പ്രഭു. വെറുതെയല്ല കാറ്റ് കുറഞ്ഞത്, ഓഞ്ഞു വീശടി. ധർമ്മിഷ്ഠനും നീതിഷ്ഠനും കോപിഷ്ഠനുമായ ഒരു വികാരജീവിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായിരിക്കണം. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് പ്രഭോ, രസച്ചരട് പൊട്ടിക്കാൻ വന്നല്ലോ ദ്രോഹി. ആട്ടെ, പോയ കാര്യം എന്തായി? മഹാറാണി എവിടെ? മഹാറാണി സ്വപ്നം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് സ്വപ്നം കാണുകയോ? സ്വപ്നം എന്നതൊരു സീരിയലാണ് പ്രഭോ. ഈശ്വര, ഇവളിങ്ങനെ മെഗാ സീരിയലിന് അടിമയായാൽ ഞാൻ മെഗാ കഷ്ടത്തിലാവുമല്ലോ. പ്രഭോ, മെഗാറാണി മാത്രമല്ല, ഈ കൊട്ടാരത്തിലെ തോഴിമാർ പോലും സീരിയലിന് അടിമകളാണ്. സ്ത്രീകളുടെ വീക്ക്നെസ് ആണ് സീരിയൽ, അല്ലേടാ? അതെ. അപ്പോൾ പുരുഷന്മാരുടെ വീക്ക്നെസ്സോ? സംശയമെന്താ? സ്ത്രീകൾ. ഓഹോ, അപ്പോൾ എല്ലാവർക്കും വീക്ക്നെസ് ആണല്ലേ? വീക്ക്നെസ് ഇല്ലാത്ത ആരുണ്ടടാ നമ്മുടെ നാട്ടിൽ? അങ്ങ് തന്നെ. മഹാരാജാവിന്റെ വീക്ക്നെസ് എന്താണെന്ന് മഹാറാണിക്കല്ലേ അറിയൂ. ഒന്ന് പതുക്കെ പറയടാ നോയേ, തോഴിമാര് കേൾക്കും. മഹാറാണി വരുന്നത് വരെ ബോറടിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ബോറടിക്കാതിരിക്കാൻ നമുക്കൊരു സ്മോൾ അടിച്ചുകൊണ്ട് പകിട കളിച്ചാലോ? വായ മൂടറ. എന്നിട്ട് നർത്തകിമാരെ വിളിക്കൂ. ശവമേ, എന്തൊരു വൃത്തികെട്ട ശബ്ദമാണിത്. എന്താണ് ഈ കേൾക്കുന്നത്? കൈയെടുക്കട. എന്നിട്ട് ഉറക്കെ നർത്തകിമാരെ വിളിക്കൂ. അങ്ങല്ലേ പറഞ്ഞത് വായ മൂടിക്കൊണ്ട് നർത്തകിമാരെ വിളിക്കാൻ. അതിനിവിടെ നർത്തകിമാരില്ലല്ലോ, നർത്തകന്മാരല്ലേ ഉള്ളൂ. രാജാവിന്റെ കയ്യിലിരിപ്പ് കാരണം നർത്തകിമാരെ എല്ലാം റാണി പറഞ്ഞയച്ചു. പകരം നർത്തകന്മാരെ വച്ചിരിക്കല്ലേ. എങ്കിൽ അവരെ വിളിക്കൂ. അവരിവിടെ ആടട്ടെ, പാടട്ടെ, ചാടട്ടെ, ചോഞ്ചാടട്ടെ. ராஜா கைய வச்சா அது ராங்க போனதில்ல, நான் ராஜா பண்ணி வச்சா வண்டி பேஜார் பண்ணதில்ல. பெருசு என்றாலும் சிறுசு என்றாலும் சொகுசு என்பேனடா.
വച്ചാ മായമ്മ പോയേ. എന്തു പറ്റി പ്രിയപത്നി? മായമ്മ പിന്നെയും പോയി. ഓഹോ, എങ്കിൽ എത്രയും പെട്ടെന്ന് സൈന്യത്തെ വിളിക്കൂ, മായമ്മയെ പിടിച്ചുകൊണ്ടുവരാൻ പറയൂ. എന്റെ പൊന്നു മഹാരാജൻ, മെഗാ സീരിയലിലെ ഒരു കഥാപാത്രമാണ് മായമ്മ. ഈ മായമ്മ പോയെന്ന് പറഞ്ഞാണ് റാണി കരയുന്നത്. നായിന്റെ മോൾ പെറ്റ തള്ള മരിച്ചിട്ട് അവൾ ഇത്രയും കരഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവളുടെ ഒരു മായമ്മ. ദേ, ഈ മെഗാ കാലം മുടക്കി ഒരു തൊഴി തന്നാലുണ്ടല്ലോ, 3-4 മെഗാ കരണം പറഞ്ഞ് നീ തിരിച്ചു വരൂ. അവളുടെ ഒരു സീരിയലും മായമ്മയും. ദേ, എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ എന്റെ മെഗാ സീരിയലിൽ മാത്രം തൊട്ട് കളിക്കരുത്. ബ്ലഡി ഫൂൾ, നീ അതിർത്തി കിടക്കുന്നു. നിന്റെ ഈ സീരിയൽ ഭ്രമം കാണുമ്പോൾ ഞാൻ ആകുല ചിത്തനാണ്. അങ്ങ് ഏത് കൂലയുടെ കാര്യമാണ് പറഞ്ഞത്? ഇടോ, ഞാൻ കുണ്ഠിതപ്പെട്ടിരിക്കുകയാണ്. ഛേ, അങ്ങെന്തിനാണ് അവിടെയൊക്കെ തപ്പാൻ പോയത്? ഇട തെണ്ടി, ഞാനോക വിഷണ്ണനാണ്. അയ്യേ, ഇടൂ, ഞാൻ അസ്വസ്ഥനാണെന്ന്. അത്രേ ഉള്ളോ? ഇവൾ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം. എന്റെ കടമറ്റത്ത് കത്തനാരെ, ഞാനിത് എന്ത് ചെയ്തെന്നാണ് മഹാരാജൻ പറയുന്നത്? എടി, അംഗം വെട്ടി ക്ഷീണിച്ചു വരുമ്പോ ഒരു മെഗാ കാപ്പിയോ ചായയോ നീ എനിക്കിതുവരെ തന്നിട്ടുണ്ടോ? നിങ്ങളുടെ കാര്യം നോക്കാനല്ലേ ഇവിടെ പണിക്കരുള്ളത്? ഏത് പണിക്കരാടി ഇവിടെ ഉള്ളത്? പണിക്കരല്ല, പണിക്കാർ. നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ കാര്യം നോക്കാൻ എവിടെ സമയം? നീ എന്റെ കാര്യം നോക്കാതെ നിന്റെ കാര്യം മാത്രം ഇങ്ങനെ നോക്കി നടന്ന എന്റെ കാര്യം പിന്നെ ആര് നോക്കുമടി? മഹാരാജൻ, നിങ്ങളിങ്ങനെ ചന്ത പിള്ളേരെ പോലെ വഴക്കടിക്കാതെ മഹാറാണി വിളിപ്പിച്ച കാര്യം ബോധിപ്പിക്കൂ. അർദ്ധനാരീശ്വരി, എന്തോ? സ്നേഹത്തോടുകൂടി നിന്നോട് എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. എന്താണ് അങ്ങേക്ക് ഉണർത്തിക്കാനുള്ളത്? വരുന്ന പൗർണമി നാളിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? എന്റെ ചേച്ചിയമ്മേ, അങ്ങും അത് ഓർക്കുന്നുണ്ടോ? എനിക്ക് എങ്ങനെ ഇത് മറക്കാൻ കഴിയും? എങ്കിലും നീയൊന്ന് പറയൂ, കേൾക്കട്ടെ. അന്നാണ് സ്വപ്നം സീരിയൽ 250-ാം എപ്പിസോഡ് തികയുന്നത്. ശവമേ, ചവിട്ടി നിന്റെ നടുവൊടിക്ക് ഞാൻ. അന്നാണ് നമ്മുടെ മകളുടെ പിറന്നാൾ. അയ്യോ, അക്കാര്യം ഞാൻ മറന്നു. ഇത്തവണ പിറന്നാളിന് നമ്മുടെ മകൾക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത്? ഒരു രാജ്യത്തും ഒരു രാജാവും ഒരു മകൾക്കും കൊടുക്കാത്ത ഒരു അമൂല്യ സമ്മാനം. കണ്ടംകുളത്തി പൂക്കുലാതി രസായനം. തെണ്ടി, വൃത്തികേട് പറയുന്നു. എന്റെ മകൾക്ക് അവളെ പോലെ തന്നെയുള്ളൊരു പ്രതിമ ഞാൻ കൊടുക്കും. സാധാരണ പ്രതിമയല്ല, ജീവനുള്ള ഓജസ്സുറ്റ ഒരു ഊക്കൻ പ്രതിമ. നമ്മുടെ മകളെ പോലുള്ളൊരു പ്രതിമയോ? അതെങ്ങനെ സാധിക്കും? മിടുക്കനായ ഏതെങ്കിലും ഒരു ശില്പിയെ കൊണ്ട് ഞാൻ എന്റെ മകളുടെ പ്രതിമ നിർമ്മിക്കും. ബടാ, എന്താടാ? അയ്യോ, എന്താ പ്രഭോ? നമ്മുടെ എല്ലാമെല്ലാമായ ഖജനാവ് 1.5 മാസം കൊണ്ട് നക്കി വെടുപ്പാക്കിയ മന്ത്രി പുങ്കവൻ കുണത്താപ്പള്ളി പന്നിയൻ സുരേന്ദ്രനോട് വരാൻ പറയടാ. ആജ്ഞ പോലെ. എന്താണ് നിനക്കൊരു അവജ്ഞ പോലെ? അർദ്ധനാരീശ്വരി, നീ വീണ്ടും തുടങ്ങിയോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലായില്ലേ, നിങ്ങൾ എനിക്ക് ഒരു പ്രതിമയെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? നീ ഉള്ളപ്പോൾ എന്തിനാടി മറ്റൊരു പ്രതിമ? വേണ്ട, എന്നോട് ഇനി മിണ്ടണ്ട. അപ്പോഴേക്ക് നീ പിണങ്ങിയോ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ, നിനക്കുള്ളതെല്ലാം എനിക്കും, നമുക്കുള്ളതോ നമ്മുടെ മകൾക്കും. നീ എന്റെ എല്ലാം എല്ലാമല്ലേ? അല്ല. എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ? അല്ല. അല്ലേ? അല്ല. യേശുദാസ്, എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. പ്രഭോ, രസച്ചരട് പൊട്ടിക്കാൻ വീണ്ടും എത്തിയല്ലോ ചുരുട്ട മണ്ഡലി. വന്നിട്ട് അധിക നേരമായോ? വന്നിട്ടധിക നേരമായില്ല, നിന്നിട്ടധിക നേരമായി. ഇനിയും താമസിച്ചിരുന്നെങ്കിൽ എപ്പിസോഡ് പലതും കാണാമായിരുന്നു.
നിന്നോട് മന്ത്രിയെ വിളിക്കാൻ പറഞ്ഞിട്ട് എന്തായടാ? മന്ത്രി പുറത്ത് ഒളിഞ്ഞു നോക്കി നിൽക്കുക. കയറി പോര്, ഒന്നും തുടങ്ങിയിട്ടില്ല. ഒരു കമേഴ്സ്യൽ ബ്രേക്കാ. മഹാരാജാ നീണാൾ വാഴട്ടെ. മന്ത്രി പുങ്കവ, ഞാൻ വിളിപ്പിച്ചത് എന്റെ മകളുടെ ബർത്ത്ഡേയാണ്. ഓഹോ, ഹാപ്പി ക്രിസ്മസ് ടു യു. അതെ, ഈ വരുന്ന ക്രിസ്മസിന് കുമാരിക്ക് മാസം തികയും. വൃത്തികേട് പറയുന്നു. കുമാരിക്ക് 264 മാസം തികയുമെന്ന്. തെണ്ടി, 22 വയസ്സ് തികയുമെന്നാ പറഞ്ഞത്. പിറന്നാൾ സമ്മാനമായി ഞാൻ എന്റെ മകൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ? എന്റെ മകളെ പോലെ കണ്ടാൽ ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ. അത് പുറത്തുള്ളൊരു ശില്പിയെ കൊണ്ട് പണിയിക്കണം. അതെങ്ങനെ സാധിക്കും പ്രഭു? അങ്ങയുടെ മകളെ കൊട്ടാരത്തിലെ തോഴിമാരല്ലാതെ പുറത്തുള്ള ഒരാളും കണ്ടിട്ടില്ല. കുമാരിയെ കാണാതെ എങ്ങനെ പ്രതിമ പണിയും? ആ ശില്പി എന്റെ മകള് നേരിട്ട് കാണാതെ വേണം പണിയാൻ. അങ്ങനെയാണെങ്കിൽ അന്ധനായ ഒരു ശില്പിയെ ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം. വെറുതെ മണ്ടത്തരം പറയാതെ. അങ്ങനെ ഒരു ശില്പിയെ എവിടെ കിട്ടാനാ? അതിനേക്കാൾ കണ്ണ് കാണാവുന്ന ഒരാളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അന്ധനാക്കിയാൽ പോരെ? എങ്കിലുടനെ വിളംബരം ചെയ്യൂ. ശില്പികൾ വരട്ടെ. മന്ത്രി പുങ്കവ, നമ്മുടെ വിളംബരം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം എത്തിയില്ലേ? എല്ലായിടത്തും എത്തിയിട്ടുണ്ട് മഹാരാജൻ. നമ്മുടെ വിളംബരം കേട്ട് അന്യദേശത്തു നിന്നും ഒരു ശില്പിയും എത്തിയിട്ടുണ്ട്. ഓഹോ, എങ്കിൽ അയാളോട് കടന്നു വരാൻ പറയൂ. ആരെവിടെ? ഞാൻ ഇവിടെ, ശില്പി അവിടെ. നോക്കി നിൽക്കാതെ ശില്പിയെ വിളിക്കടാ ശപ്പ. മഹാരാജാവിന് എൻ്റെ അന്ത്യപ്രമാണങ്ങൾ. പ്രമാണം പ്രമാണം. ഇതാ. എന്താ ഇത്? ആനക്കൊമ്പിൽ ഞാൻ നിർമ്മിച്ച ഒരു കളിമൺ പ്രതിമ. മനോഹരമായിരിക്കുന്നു. ആട്ടെ, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഈ വലത്തുവശത്തുള്ള വാതിലിൽ നിന്ന് വരുന്നു. ബുദ്ധിമാൻ. നിന്റെ ദേശം? ദേശം അതല്ല ചോദിച്ചത്, നിന്റെ ദേശം. അതാണ് പറഞ്ഞത്. എൻ്റെ ദേശമാണ് ദേശം. എന്താണ് നിന്റെ ഉദ്ദേശം? വട്ടമോറ. എന്നെ കളിയാക്കുന്നു. കൽത്തുറങ്ക് തുറക്കൂ, കടുവകൾ അഴിച്ചുവിടൂ, കൊടിച്ച് കീറട്ടെ. കോപിക്കരുത് മഹാരാജൻ. അദ്ദേഹം കളിയാക്കിയതല്ല. ആലുവയ്ക്കടുത്തുള്ള ദേശം എന്ന ദേശമാണ് അദ്ദേഹത്തിന്റെ ദേശം. നാശം. നിന്റെ പേരെന്താ? ശില്പു. അച്ഛൻ? ശില്പാംഗതൻ. അമ്മ? ശില്പ ഷെട്ടി. പെങ്ങൾ? ശില്പ ശിരോദ്കർ. ഉമ്മാവൻ? ശില്പായി കുഞ്ഞിരാമമാരാർ. മഹാരാജൻ, ഇയാളെ കല്യാണം കഴിപ്പിക്കാനാണോ പ്രതിമ പണിയിക്കാനാണോ വിളിപ്പിച്ചത്? താനിതുവരെ എത്ര ശില്പങ്ങൾ നന്നായി പണിതിട്ടുണ്ട്? 3 എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതിപ്പോൾ നടക്കില്ല പ്രഭു. എടോ, മഹാരാജാവാണ് പറയുന്നത്. കാണിച്ചു കൊടുത്തേക്ക്. അതല്ല, താൻ നിർമ്മിച്ച ജീവനുള്ള ശില്പങ്ങൾ അത് കാണിച്ചു കൊടുക്കൂ. അതാണ് ഞാനും പറഞ്ഞത്. അത് പറ്റില്ല പ്രഭു. 1 +1 പഠിക്കുന്നു, 2ാമത്തത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 3ാമത്തത് LKG പഠിക്കുന്നു. അങ്ങ് പറയുന്ന ഏത് പ്രതിമ വേണമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നിർമ്മിച്ചു നൽകും. സംശയമുണ്ടെങ്കിൽ ദാ നോക്കൂ. എവിടെ? മാർവേലിയോസ്. മനോഹരമായിരിക്കുന്നു. ആരുടേതാണ് ഈ പ്രതിമ? എൻ്റെ അമ്മയെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ അച്ഛൻ്റെ പ്രതിമ. ഓഹോ, അപ്പോൾ അച്ഛൻ്റെ കല്യാണത്തിന് മുൻപാണോ താൻ ഉണ്ടായത്? അതെ, എല്ലാ മക്കളെയും ഉണ്ടാക്കി സ്വസ്ഥമായിട്ടാണ് അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചത്. അപ്പൊ പെട്ടുപോയതാണല്ലേ? ഒരു ശില്പി എന്ന നിലയിൽ നിങ്ങൾ ചെയ്ത വർക്കുകൾ മഹാരാജാവിനോട് തുറന്നു പറയൂ. പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗങ്ങളിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതന്നുദ്ധാളടും രവം തത്വത്തിൻ പൊരുളാലതിപ്പൂ മധുരം സത്യം ശിവം സുന്ദരം.
കലക്കി, മനോഹരമായിരിക്കുന്നു. നിങ്ങളുടെ കഴിവിൽ ഞാൻ സംതൃപ്തനല്ല, ഫുൾ തൃപ്തന. ആരെവിടെ? മഹാറാണിയെ വിളിക്കൂ. അങ്ങ് എന്നെ വിളിച്ചോ? സൂക്ഷിച്ചു നോക്കൂ, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു വിട്ടാ പോരെ. എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇതിനാണോ എന്നെ വിളിപ്പിച്ചത്? നമ്മുടെ മകളുടെ ജീവനുള്ള പ്രതിമയുണ്ടാക്കാൻ വന്ന ശില്പിയ. എങ്കിൽ ശില്പി പണി ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ. ശരി, മകളെ വിളിക്കൂ. സാധ്യമല്ല, എന്റെ മകളെ നേരിട്ട് കാണാതെ വേണം ശില്പം പണിയുവാൻ. പണി തീർന്ന ശില്പത്തിന് എന്റെ മകളുടെ സാദൃശ്യമില്ലെങ്കിൽ തന്നെ പിടിച്ച് കാരാഗ്രഹത്തിലടയ്ക്കും. മധുമോഹനാണ് സത്യം. എനിക്കൊരു ക്ലൂ തരുമോ? എന്റെ മകൾക്ക് അവളുടെ അച്ഛന്റെ മുഖച്ഛായയാണെന്നാണ് പ്രജകളെല്ലാം പറയുന്നത്. ശരി, ഗുരുക്കന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ശില്പം പണി ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. എന്ന് തീരും? അടുത്ത പൗർണമി നാളിൽ മകളുടെ ശില്പം അങ്ങയുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നതാണ്. മന്ത്രി പുങ്കവ, ശില്പിക്ക് പ്രതിമ പണിയാനുള്ള സിമെന്റും കുമ്മായവും കമ്പിയും പ്രഭോ, മാർബിളാണ് പ്രഭോ ഞാൻ കൊത്തുന്നത്. മാർബിളെങ്കിൽ മാർബിൾ, ശില്പത്തിന്റെ പണി തുടങ്ങട്ടെ. രാജശില്പി, ശില്പം റെഡിയല്ലേ? എപ്പോഴേ റെഡിയാണ് പ്രഭു. വെരി ഗുഡ്. ആരെവിടെ? മഹാരാജാവിനോടും പരിവാരങ്ങളോടും എഴുന്നള്ളാൻ പറയൂ. രാജശില്പി, എന്റെ മകളെ കൃത്യമായി തന്നെ വെണ്ണക്കല്ലിൽ കൊത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട് പ്രഭു, പറയേണ്ട താമസം. മഹാറാണി, തോഴിമാരെ, നമ്മുടെ മകളുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പ്രതിമ എല്ലാവർക്കും ദർശിക്കാം. മാന്യമഹാജനങ്ങളെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ രാജകുമാരിയുടെ പ്രതിമ ഇതാ. രാജശില്പി, തുണി മാറ്റൂ, കാണാൻ കൊതിയാവുന്നു. എന്തൊരു ഭംഗി! ദേവലോകത്തു നിന്നും വന്ന അപ്സരസിനെ പോലെ. എന്റെ മകളുടെ അതേ രൂപം, അതേ സൗന്ദര്യം. ശില്പി, ഇതെങ്ങനെ സാധിച്ചു? നേരിൽ കാണാതെ എന്റെ മകളെ ഇത്ര കൃത്യമായി പണിയാൻ. പ്രിയ പ്രതിമേ, ഉണർന്നാലും അമ്മ മഹാറാണിയുടെയും അച്ഛൻ തിരുമനസിനെയും പ്രണമിച്ച് അനുഗ്രഹ ആശസ്സുകൾ വാങ്ങിയാലും. ഇനി അച്ഛൻ തിരുമനസിനെയും